ഒരു ട്രിപ്പ് പോയപ്പോൾ വാങ്ങിച്ചതാ. സോ അതുകൊണ്ട് ഞാൻ ഇതും എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു 2 കുഞ്ഞ് റാക്കിൾസും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള. സോ അത് വരാനുണ്ട്, ലേസി എത്തും. അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും, അതിനുള്ളിൽ ഡെലിവറി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. നെക്സ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ഇത് ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും. ഇത് ഇത് സ്നഗ്ഗി കൊക്കോ എന്നാണ് ഇതിന്റെ പേര്. ഇത് ആക്ച്വലി ഒരു ബേബി ക്യാരിങ് ബെഡാണ്. നമുക്ക് ബേബിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായിട്ടൊക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു ബെഡാണ്. സോ കോസി ആയിട്ടുള്ള ഒരു ബെഡ് ആയിരിക്കും. ഇത് തന്നെ നമുക്ക് ബേബി ബെഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്തിട്ടിട്ട് നമുക്ക് അതിൽ തന്നെ ബേബിനെ കടത്താൻ പറ്റും. സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡിന്റെ ആവശ്യം വരുന്നില്ല. ഇതും ഞാൻ കീപ്പ് ചെയ്തു. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ഒരു ഐറ്റം കൂടി കാണിക്കാനുണ്ട്. അതൊരു മാജിക്കൽ ഐറ്റം ആണ്. ആക്ച്വലി അതിന്റെ മാജിക് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് ചിന്തിച്ചാൽ കിട്ടൂട്ടോ, കുറച്ച് കാര്യങ്ങൾ കഴിയുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള മാജിക് നമുക്ക് മനസ്സിലാവും. ഇതാണ് തുടക്കം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇങ്ക് പാഡ് ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബട്ട് സ്റ്റിൽ ഇത് ഞാൻ പറയാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും. ഇതൊരു ഇങ്ക് പാഡ് ആണ്. ഇത് നമ്മുടെ ബേബിന്റെ ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് ആ ബേബിന്റെ കുഞ്ഞി ഹാൻഡ്സും കുഞ്ഞി ഫീറ്റും പ്രിന്റ് എടുത്ത് വെക്കാൻ പറ്റും. അതായത് കയ്യും കാലിലും ഇങ്ക് ഒന്നും പറ്റാതെ സേഫ് ആയിട്ട് പ്രിന്റ് എടുക്കാൻ പറ്റുന്ന ഇങ്ക് പാഡ്സ് ആണ്. ഞാൻ 2 എണ്ണം വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരെണ്ണത്തില് നമുക്കൊരു രണ്ട് കാർഡ്സ് വരുന്നുണ്ട്. 2 കാർഡ്സ് വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു കൈയും ഒരു കാലും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടായി. സോ അതിന് വേണ്ടിയിട്ടുള്ള ഇങ്കോയെ ഉള്ളൂ എന്നാണ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. ഇതാണ് പാഡ് വരുന്നത്. ഇവിടെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ഇത് ബാക്കിൽ വെച്ച് കൊടുത്ത് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ വരും. സോ അതാണ് ഈ സാധനം. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതിന്റെ ഇങ്ക് വെച്ചിട്ട് ഒരു 2 സാധനം എടുക്കുമ്പോൾ തന്നെ ഇത് കഴിഞ്ഞു പോയി. അതാണ് ഈ ഐറ്റം. അപ്പം ആ ഒരു ടൈം നമുക്ക് എപ്പോഴും പ്രഷ്യസ് ആയിട്ട് ഇങ്ങനെ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. ദിസ് ഇസ് എ മാജിക്കൽ ഐറ്റം. ഞാൻ ഇത് പറയുന്നത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഒരു ന്യൂ പാരന്റ്സ് ഇത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദിസ് ഇസ് എ മസ്റ്റ് 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 ഹാവ് ഐറ്റം. ഞാൻ ഇത് എന്തായാലും 2 പീസ് എടുത്ത് വെക്കുന്നുണ്ട്. ഇത് അത്ര ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല, ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ പ്ലീസ് ഡു ബൈ ദിസ്. ഓക്കെ, ഒരു കാര്യം കൂടി കേട്ടോ. അതായത് നമ്മൾ മദർ ബാഗ് പറഞ്ഞു, ബേബി ബാഗ് പറഞ്ഞു, ഒരാളും കൂടി ഉണ്ട്, അൻസാക്കല്ലേ, അതാണ് നമ്മുടെ ഫാദർ. ഫാദറിന്റെ കാര്യം അങ്ങനെ നേരത്തെ എടുത്തു വെക്കാനായിട്ട് സാധനങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് ക്ലോത്ത്സ്, ഫാദറിന് വേണ്ടിയിട്ടുള്ള അണ്ടർവെയർസ്, അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അണ്ടർവെയർസ്, ഡ്രസ്സസ് ഒക്കെ എടുത്ത് വെക്കാം. പിന്നെ അതുപോലെ ടൂത്ത് ബ്രഷ് കാര്യങ്ങൾ, പേഴ്സണൽ ഹൈജീന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഓക്കെ, മേക്കപ്പ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. അത് ഫാദറിന് മേക്കപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, മദറിന് ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ബേബി ഒക്കെ വരുന്നതല്ലേ, എന്നാൽ കാണുമ്പോൾ കുറച്ച് ഭംഗിക്ക് ഇരുന്നോട്ടെ. ഡെലിവറി ഒക്കെ ആണെങ്കിലും നല്ലതാ, വെച്ചോ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വെച്ച്. ദെൻ പിന്നെ നമുക്ക് ഫാദറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുക്കാം. നമ്മുടെ